നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷ് എവിടെ? ഈ ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അന്വേഷണ സംഘമൊക്കെ ഉന്നയിക്കുകയാണ്. സുഗാന്തിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. IB അന്വേഷണം, പോലീസ് അന്വേഷണം ഒക്കെ നടക്കുന്നു. അതിനിടയിൽ നിർണായകമായ നീക്കം ഇപ്പോൾ സുഗാന്ത് സുരേഷ് നടത്തിയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി സുഗാന്ത് സുരേഷ്. കൊച്ചിയിൽ IB ഉദ്യോഗസ്ഥനാണ് സുഗാന്ത്. സംഭവത്തിന് പിന്നാലെ ഒളിവിലായ ഇയാളാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. നിർണായകമായ കാര്യങ്ങൾ ജാമ്യാപേക്ഷയിൽ ഈ സുഗാന്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മരിച്ച IB ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. ഞങ്ങൾ ഇരുവരും പ്രണയത്തിലായിരുന്നു. വിവാഹാലോചന നടത്തിയതാണ്. തൻ്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിൽ പോയി സംസാരിച്ചു. യുവതിയുടെ മരണത്തോടെ താൻ മാനസികമായി തകർന്ന നിലയിലാണ് എന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുഗാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. യുവതിയുടെ മാതാപിതാക്കൾ തനിക്കെതിരെ പരാതി നൽകി എന്ന് താൻ അറിഞ്ഞു. ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് സുഗാന്ത് വാദിച്ചിരിക്കുന്നത്. IB ഉദ്യോഗസ്ഥയായ 23-കാരിയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് സുഗാന്ത് ഹർജിയിൽ പറയുന്നത്. മറിച്ച് വൈകാരികമായും മാനസികമായും ഏറെ അടുത്തവരായിരുന്നു തങ്ങൾ. വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. യുവതി ഇക്കാര്യം വീട്ടുകാരെ അറിയിക്കുകയും തൻ്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ജ്യോതിഷിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടാനായിരുന്നു യുവതിയുടെ വീട്ടുകാരുടെ തീരുമാനം. ജ്യോതിഷിയെ കണ്ടതിന് ശേഷം എന്താണ് പറഞ്ഞത് എന്നതുൾപ്പെടെ ഒരു കാര്യവും പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല. മാത്രമല്ല, താനുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധം പുലർത്തുന്നതിനെ രൂക്ഷമായി എതിർക്കുകയും ചെയ്തു. മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്ത് തമ്മിൽ ബന്ധപ്പെടാതിരിക്കാൻ യുവതിയോട് നിർദ്ദേശിച്ചു. എന്നാൽ മാതാപിതാക്കളുടെ ഇത്തരം സമീപനത്തിൽ നിരാശയായ യുവതി തനിക്കൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത് എന്നാണ് സുഗാന്ത് പറയുന്നത്. ബന്ധം തുടരാൻ തീരുമാനിച്ച് ഇരുവരും ചേർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മരിച്ച പെൺകുട്ടിയുടെ കുടുംബം ജ്യോതിഷിയെ കാണുന്നു. ജ്യോതിഷിയെ കണ്ടതിന് ശേഷമാണ് താനുമായുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വരുന്നത്, അല്ലെങ്കിൽ തന്നെ കാണരുത് എന്ന നിർദ്ദേശം വീട്ടുകാർ നൽകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സുഗാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു, ഒന്നിച്ച് വീടെടുത്ത് താമസിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത്തരത്തിലൊക്കെ തീരുമാനിച്ചതാണ് എന്നും സുഗാന്ത് പറയുന്നുണ്ട്. പതിവ് പോലെ ജോലിക്ക് പോയ യുവതി തന്നോട് ജോലി കാര്യങ്ങളെക്കുറിച്ച് സാധാരണ സംസാരിക്കാറുള്ളത് പോലെ തന്നെ സംസാരിച്ചിരുന്നു. എന്നാൽ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്ന മാതാപിതാക്കളുടെ സമ്മർദ്ദം യുവതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യുവതി വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിനു പിന്നിൽ തങ്ങളുടെ ബന്ധത്തെ എതിർത്ത മാതാപിതാക്കളെ ഏൽപ്പിച്ച സമ്മർദ്ദവും വിഷമവുമാണ് എന്നാണ് സുഗാന്ത് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, യുവതിയുടെ മരണത്തിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ആളാണ് താൻ. തന്നെ ഇപ്പോൾ കേസിൽ പ്രതി ചേർത്തിട്ടില്ലെങ്കിലും യുവതിയുടെ വീട്ടുകാർ അതിന് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം വേണമെന്നാണ് സുഗാന്ത് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിൽ നിർണായകമായ ആവശ്യമാണ് സുഗാന്ത് ഈ ഒരു വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ മരിച്ച പെൺകുട്ടിയുടെ അല്ലെങ്കിൽ യുവതിയുടെ വീട്ടുകാർക്ക് നേരെ ഇപ്പോൾ സുഗാന്ത് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ യുവതി ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആത്മഹത്യ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മാതാപിതാക്കളാണ് അത്തരത്തിൽ വിഷമം നൽകിയത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് മാതാപിതാക്കളാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ഈ സുഗാന്ത് ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഗൗരവകരമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷ സുഗാന്ത് സമർപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലുള്ള തീരുമാനമായിരിക്കും എടുക്കുക എന്നത് ഏറ്റവും നിർണായകമാണ്. കാരണം ഇത്തരത്തിൽ അതീവ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ സുഗാന്ത് ഉന്നയിച്ച ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കോടതിയുടെ ഒരു തീരുമാനവും വളരെ നിർണായകം തന്നെയാണ്. ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന തനിക്ക് ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് സുഗാന്ത് ഇപ്പോൾ ആരോപിക്കുന്നത്. IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെ കേസിൽ പ്രതി ചേർത്തിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് നീക്കം. ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സുഗാന്ത് ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ പേട്ടയിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ട് 1.5 ആഴ്ചയോളം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും ആരോപണ വിധേയനായ സുഗാന്തിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് ജാമ്യാപേക്ഷയുമായി ഒളിവിൽ കഴിയുന്ന സുഗാന്ത് രംഗത്ത് വന്നിരിക്കുന്നത്. സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ മരിച്ചതിന് ശേഷം സുഗാന്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ സുഗാന്തിനെ കണ്ടെത്തുക എന്നത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ് തീർത്തത്. ഇതിനിടെ അതായത് ഈ സംഭവങ്ങൾ സുഗാന്ത് ഒളിവിൽ പോകുന്നു, സുഗാന്തിനെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു, അന്വേഷണം നടക്കുന്നു. അതിനിടയിൽ ശാരീരികമായും സാമ്പത്തികമായും മകളെ സുഗാന്ത് ചൂഷണം ചെയ്തു എന്നതടക്കമുള്ള തെളിവുകൾ അച്ഛൻ പോലീസിന് കൈമാറുകയും ചെയ്തു. ഇത് സുഗാന്തിനെതിരെയുള്ള നിർണായക തെളിവുകളായി മാറിയിരിക്കുകയാണ്. പോലീസിന് മുന്നിൽ ബന്ധുക്കൾ തെളിവുകൾ നൽകുകയും സുഗാന്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. സുഗാന്ത് അന്വേഷണവുമായി സഹായിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതി ചേർക്കാനുള്ള നീക്കം.
മാത്രമല്ല സുഗാന്തിനെതിരെ IBയും ഇതുവരെ വകുപ്പ് തല നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുഗാന്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. അതായത് ഈ സുഗാന്തിൻ്റെ വീട്ടിൻ്റെ അവസ്ഥ. അവരിപ്പോൾ വീട് പൂട്ടിയിട്ട് ഒളിവിലാണ്, എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ വീട്ടിൽ നിരവധി വളർത്തു മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ആത്മഹത്യാ വാർത്ത പുറത്തു വന്ന ശേഷം സുഗാന്തും മാതാപിതാക്കളും എവിടെയാണെന്ന് വ്യക്തമല്ല. എടപ്പാളിന് സമീപം ശുഗപുരത്തെ പെട്രോൾ പമ്പിനടുത്താണ് സുഗാന്ത് സുരേഷിൻ്റെ വീട്. വിശാലമായ പുരയിടത്തിലേക്കുള്ള ഗേറ്റ് പൂട്ടിയ നിലയിലാണ്. ആത്മഹത്യാ വാർത്തയ്ക്ക് ശേഷം ഗേറ്റ് തുറന്നിട്ടില്ലെന്ന് അയൽവാസികൾ പറയുന്നു. അയൽവാസികളുമായി കാര്യമായ അടുപ്പമോ സൗഹൃദമോ പുലർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടേക്കാവും ഇവർ പോയിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. സുഗാന്തിൻ്റെ പിതാവ് ഏറെക്കാലം വിദേശത്തായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു. സുഗാന്ത് ഏക മകനാണ്. മികച്ച സാമ്പത്തിക നിലയിലുള്ള കുടുംബമാണ്. വിവിധയിടങ്ങളിലായി ഭൂമിയും മറ്റും സ്വന്തമായുണ്ട്. സുഗാന്തിൻ്റെ പിതാവ് ഇടക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിരുന്നു. വീട്ടുവളപ്പിൽ നിന്ന് പശുക്കളുടെ വലിയ കരച്ചിൽ കേട്ട് അവയ്ക്ക് തീറ്റ കൊടുക്കാൻ അയൽവാസികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മതിലിനുള്ളിൽ കയറാൻ കഴിയാത്ത സാഹചര്യം. തൊഴുത്തിൽ 8 പശുക്കൾ, റോഡ് വീലർ ഇനത്തിൽപ്പെട്ട വളർത്തുനായ, ഒരു ചെറിയ കൂട് നിറയെ കോഴികൾ എന്നിവ വീട്ടുവളപ്പിലുണ്ട്. പുരയിടത്തിൻ്റെ അതിരിലെ ഇടുക്കുവഴിയിലൂടെ കടന്നു കയറി അയൽവാസികളായ അലി, ഇബ്രാഹിം, ഷാഫി തുടങ്ങിയവർ പശുക്കൾക്ക് വൈക്കോലും വെള്ളവും നായയ്ക്ക് ചോറും മറ്റും നൽകിയിട്ടുണ്ട്. എന്നാൽ പോലീസ് എത്തി വീട്ടുകാരെക്കുറിച്ച് അന്വേഷിച്ചതോടെ അയൽവാസികൾ ആശങ്കയിലായി. എന്തായാലും ഈ സുഗാന്തിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ജാമ്യാപേക്ഷ നൽകുകയും ഇത്തരത്തിൽ ഈ മരിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് സുഗാന്ത് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു, വീട്ടിൽ പറയുകയും ചെയ്തു. വീട്ടിൽ പെണ്ണ് ചോദിച്ചു പോയി. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടുകാർ ജ്യോതിഷിയെ കാണുന്നു. ജ്യോതിഷിയുടെ കണ്ട ശേഷം തന്നോട് സംസാരിക്കുക അല്ലെങ്കിൽ താനുമായിട്ടുള്ള ബന്ധത്തെ വിലക്കുന്നു. ഈ ഒരു വിലക്ക് വന്നതോടെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? അതിനിടയിൽ ഈ പെൺകുട്ടി മരണം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ മരണം തിരഞ്ഞെടുക്കാൻ കാരണം പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണെന്നും സുഗാന്ത് ആരോപിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ കേസ് ഇത്തരത്തിൽ പരസ്പരം പഴിചാരി സുഗാന്ത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും ഒക്കെ പഴിചാരി നിൽക്കുന്ന സാഹചര്യമാണ്. തീർച്ചയായിട്ടും എന്തായാലും കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ജാമ്യം നൽകുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. എന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമേ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.